ഇവരെ പടത്തിൽ ഇവർക്ക് 100% വിശ്വാസം ഉണ്ടെങ്കിൽ ജനവിധി എന്താണോ അത് അംഗീകരിച്ച് ഇവരിറക്കട്ടെ. ഇപ്പോൾ ഒരു പടം മോശമെന്ന് പറഞ്ഞാൽ ശരി, എൻ്റെ പടം മോശമായതുകൊണ്ടാണ് മോശം, അടുത്ത പടം ഇവർ നന്നായിട്ട് എടുത്താൽ പോരെ. ഇത് പടം കൊള്ളൂലാതെ ഒരു മൊണ്ണ പടം ഇറക്കി വെച്ചിട്ട് പൈസ കൊടുത്ത് കാണുന്നത് പ്രേക്ഷകർ, റിവ്യൂ പറയുന്നതും പ്രേക്ഷകർ. അപ്പോൾ അവരെ റിവ്യൂ പുറത്ത് വരാൻ പാടില്ല എന്ന് ഇവർ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? അവർ പൈസ കൊടുത്തെങ്കിൽ ഇവരെ കാണിപ്പിക്കട്ടെ. ഇപ്പോൾ ഫ്രീ ടിക്കറ്റ് കണ്ടിട്ട് കുറ്റം പറയുന്നത് ഓക്കെ, പൈസ കൊടുത്ത് കണ്ടിട്ട് ആ ജനങ്ങളുടെ റിവ്യൂ പോലും പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തന്തയില്ലാത്തനം തന്നെയാണ് എന്നേ ഞാൻ പറയുള്ളൂ. പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു പടം മോശമാക്കുന്ന റിവ്യൂവേഴ്സ് അല്ല. മൗത്ത് പബ്ലിസിറ്റിയുടെ പേരിലും ഹിറ്റായ പടങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ സിറൈ പോലത്തെ സിനിമകൾ പോലും ഇവിടെ ഹിറ്റായിട്ടില്ല. തമിഴ്നാട്ടിൽ കറുപ്പ് ഇപ്പോൾ 2026 തുടങ്ങിയ ആദ്യത്തെ 100 കോടി പടമാണ് തമിഴ്നാട്ടിൽ റിലീസായാലും. അതുപോലും ഇവിടെ ഭയങ്കരമായ രീതിയിൽ ചർച്ച വന്നു, പടം കൊള്ളൂല്ലാത്ത പടം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. 100% ഇത് റിവ്യൂവേഴ്സിൻ്റെ തല. ഒരു പടമാണെങ്കിലും മോശമാണെങ്കിലും കൊള്ളാമെങ്കിലും ജനങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ പടം കയറും, കൊള്ളൂലെന്ന് പറഞ്ഞാൽ കൊള്ളൂല, അത്രേ ഉള്ളൂ. അല്ലാതെ റിവ്യൂവേഴ്സിൻ്റെ കയ്യിലൊന്നും അല്ല ഇപ്പം. പടം ഇപ്പോൾ 1000 പേര് കൊള്ളൂലെന്ന് പറഞ്ഞാലും 6ാമത്തെ ആൾ കൊള്ളാം എന്ന് പറഞ്ഞാൽ 1001ാമത്തെ ആൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ അവരെ വാക്കേ കേൾക്കുള്ളൂ. ആൾക്കാർ പോയി കണ്ടിട്ടോ ശരിയാണ് ഈ പടം കൊള്ളാമല്ലോ എന്തിന് കൊള്ളൂല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അശ്വന്ത് ഗോക്കിനെ അടക്കം ആൾക്കാർ ചീത്ത വിളിച്ചത്. ഇപ്പോൾ അതെല്ലാം മാറ്റി. അതുകൊണ്ട് ഒരിക്കലും ഒരു സിനിമ പരാജയമാവുന്നതും വിജയിക്കുന്ന റിവ്യൂസിൻ്റെ കയ്യിലോ തിയേറ്റർ റെസ്പോൺസിൻ്റെ കയ്യിലോ അല്ല.